നമസ്കാരം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങിയിട്ട് മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത്. യുടെ രൗദ്രഭാവം എന്നാണ് ഭരണി വിശേഷിപ്പിക്കപ്പെടുന്നത്. മീനമാസത്തിലെ തിരുവോണം നാൾ മുതൽ അശ്വതി നാൾ വരെ 7 ദിവസങ്ങളിലായിട്ടാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുക. ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമാണെന്നാണ് വിശ്വസിക്കുന്നത്. കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങുന്നു. തൃശ്ശൂരിനടുത്തുള്ള വല്ലച്ചിറയിൽ നിന്ന് വരുന്ന സംഘമാണ് പാടിത്തുടങ്ങുന്നത്. ഇവരുടെ ഒപ്പം കോമരങ്ങളില്ല. ഇവരിലെ കാരണവർ ദേവിയെ സ്തുതിച്ചുകൊണ്ട് പാടുകയും മറ്റുള്ളവർ താനാരോ തന്നാരോ പാടുകയും ചെയ്യുന്നു. ഊരകത്തമ്മയും കൊടുങ്ങല്ലൂരമ്മയും തമ്മിലുള്ള ഒരു സംവാദം ഇവരുടെ ആദ്യ പാട്ടിലുണ്ട്. ആളിയും ദാരികനുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നു എന്ന സങ്കല്പത്തിലാണ് കോഴിക്കല്ല് മൂടൽ നടത്തപ്പെടുന്നത്. ഗുരുതിക്ക് പകരമാണ് ഈ ചടങ്ങ്. ആദിശക്തി ദാരുകനിൽ വിജയം കൈവരിച്ച രേവതി നാളിലാണ് പ്രസിദ്ധമായിട്ടുള്ള രേവതി വിളക്ക് നടത്തപ്പെടുന്നത്. പിറ്റേന്ന് അശ്വതി നാളിൽ ശാക്തേയ ആചാരപ്രകാരമുള്ള തൃച്ചന്ദന ചാർത്ത് പൂജയാണ്. ഇതൊരു രഹസ്യ പൂജയാണ്. അതോടെ ഭഗവതി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് ഐതിഹ്യം. ദാരികവധത്തിനു ശേഷം കോപമടങ്ങാത്ത ഉഗ്രരൂപിണിയായ ഭദ്രകാളിയെ ശാന്തയാക്കാൻ ശിവഗണങ്ങൾ ദേവീസ്തുതികൾ പാടി നൃത്തമാടിയതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് അശ്വതി കാവുതീണ്ടലെന്നും നിരപരാധിയായ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യനെ ശപിച്ച് മധുരാ നഗരം ദഹിപ്പിച്ച കണ്ണകിയുടെ കോപമകറ്റാനാണെന്നും അതല്ല ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമായുള്ള മൈഥുനത്തിന്, അതായത് ലൈംഗികത പകരമാണ് ഇതെന്നും വിശ്വാസമുണ്ട്. ജീവന്റെ നിലനിൽപ്പിനും ആധാരമായ ലൈംഗികതയ്ക്ക് പ്രാചീന ഭാരതത്തിൽ ഒരു പാപം, അശ്ലീലം എന്നതിലുപരിയായി ചില ദൈവിക മാനങ്ങൾ കൊടുത്തിരുന്നതായി താന്ത്രിക ഗ്രന്ഥങ്ങളിൽ കാണാം. രേവതി നാളിൽ നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ചടങ്ങാണ് രേവതി തൊഴൽ. 10,000-ങ്ങളാണ് അന്നേ ദിവസം ഭഗവതി ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അന്ന് കളമെഴുത്തുപാട്ടും നടക്കുന്നു. ദാരികവധം പാട്ടാണ് പാടുന്നത്.
സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള കൽവിളക്കിൽ രേവതി ദീപം തെളിയിക്കുന്നു. ദാരികനിൽ ഭദ്രകാളി വിജയം നേടിയതിൻ്റെ വിളംബരമാണ് രേവതി വിളക്ക്. രേവതി നാളിലെ ദേവീ ദർശനം ഐശ്വര്യപ്രദായകവും ദുരിതനാശകരവും ആണെന്നാണ് വിശ്വാസം. രേവതിക്ക് തലേ ദിവസം തന്നെ ധാരാളം ഭക്തജനങ്ങളും കോമരങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. കാവുതീണ്ടൽ എന്ന് പറയുന്നത് ആദ്യകാലത്ത് കാവുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ ജാതിക്കാർക്കും പിന്നീട് ക്ഷേത്രം വിലക്കപ്പെട്ടപ്പോൾ വർഷത്തിലൊരിക്കൽ കാവിൽ പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ഒരു ദിനമാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായി ദേവീ ഭക്തന്മാരും കോമരങ്ങളും ഉറഞ്ഞു തുള്ളി 3 വട്ടം ക്ഷേത്രത്തെ വലം വയ്ക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലെ ചെമ്പ് പലകയിൽ അടിച്ചുകൊണ്ടാണ് ഈ പ്രദക്ഷിണം വയ്ക്കൽ നടക്കുന്നത്. ഇതിനുശേഷം 7 ദിവസം കഴിഞ്ഞ് നട തുറക്കൂ. രേവതി കഴിഞ്ഞ് പിറ്റേ ദിവസം അശ്വതി നാളിൽ നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള തൃച്ചന്ദന ചാർത്ത് പൂജയും തുടർന്ന് ഭക്തിയുടെ രൗദ്രഭാവമെന്ന് വിശേഷിപ്പിക്കുന്ന കാവു തീണ്ടൽ അഥവാ കാവ് പൂകൽ എന്ന ചടങ്ങാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. തീണ്ടുക എന്നാൽ അശുദ്ധമാക്കുക എന്നാണ് അർത്ഥം. ചുവന്ന പട്ടുടുത്ത് വാളും ചിലമ്പും പൂമാലയും ധരിച്ച ധാരാളം വെളിച്ചപ്പാടുകൾ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഭക്തർ ക്ഷേത്രത്തിലെ ചെമ്പോല തകിടുകളിൽ മുളന്തണ്ടുകൊണ്ടടിച്ച് 3 പ്രദക്ഷിണം ചെയ്യുകയും ശേഷം മുളന്തണ്ടിൽ താളമിട്ട് ദേവീസ്തുതികൾ പാടി നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. കാവുതീണ്ടൽ കഴിഞ്ഞ പിറ്റേ ദിവസം, അതായത് ഭരണി നാളിൽ വരിനെല്ലിൻ്റെ പായസമാണ് നിവേദ്യമായി നൽകുക. കാളി ദാരിക യുദ്ധത്തിൽ മുറിവേറ്റ് ചികിത്സ കഴിഞ്ഞ് ദേവി ആദ്യം കഴിക്കുന്ന ഭക്ഷണമാണിത്. 40 കിലോഗ്രാം ശർക്കര, 101 നാളികേരം, 101 കദളിപ്പഴം, 2 കിലോഗ്രാം നെയ്യ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർത്താണ് വരിയരി പായസം ഉണ്ടാക്കുന്നത്. പിറ്റേന്ന് മുതൽ ഓരോ നേരത്താണ് പൂജ. വടക്കേ നട അടഞ്ഞു കിടക്കുന്നതിനാൽ അടികൾ കിഴക്കേ നട വഴിയാണ് പൂജ ചെയ്യാൻ അകത്ത് കയറുക. അതിനുശേഷം ഭഗവതിയെ പള്ളിമാടത്തിൽ സങ്കല്പിച്ചിരുത്തും. കിണ്ടിയിൽ ഉടയാടകളും വാൽക്കണ്ണാടിയും വെച്ച് അതിനു മുമ്പിൽ നെറ്റിപ്പട്ടം വിരിച്ചു വെച്ച് കിഴക്കോട്ട് നിലവിളക്കുകൾ തെളിയിക്കും. ഇതോടെ വടക്കേ നടയിലെ കൊടിമരത്തിൽ വെന്നിക്കൊടി ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കുന്നു. കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാനെ ദേവിയുടെ ഭക്തന്മാരും യോഗക്കാരും ചേർന്ന് ആനയിച്ച് കൊണ്ടുവരുന്നു. അദ്ദേഹം കിഴക്കേ നടയിലുള്ള നിലപാട് തറയിൽ കയറി കോയ്മ സ്വീകരിക്കുന്നതോടെ കാവു തീണ്ടൽ ആരംഭിക്കുകയായി. പാലക്കവേലൻ എന്ന മുക്കുവനാണ് ദേവിയുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ. പാലക്കവേലൻ്റെ കയ്യിൽ നിന്ന് ഇളനീർ വാങ്ങി കുടിച്ചതിനു ശേഷമാണ് തമ്പുരാൻ തൻ്റെ കോയ്മയായ നമ്പൂതിരിക്ക് പട്ടുകുട ഉയർത്താനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. ആദ്യം കാവു തീണ്ടാനുള്ള അനുമതി പാലക്കവേലനാണ്. അതിനുശേഷം അതുവരെ ഊഴം കാത്തു നിൽക്കുന്ന കോമരങ്ങളും ജനങ്ങളും ഒന്നിച്ച് ആവേശലഹരിയോടെ ദിക്കുകൾ മുഴങ്ങുന്ന തരത്തിൽ മരക്കമ്പുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ അടിച്ചുകൊണ്ട് 3 പ്രാവശ്യം വലം വയ്ക്കുന്നു. ഇതാണ് കാവുതീണ്ടൽ. കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. നന്ദി.